സുപ്രഭാതം. ഇന്ന് നല്ല തെളിവുള്ള ഒരു മൺസൂൺ ദിവസം. രാവിലത്തേക്ക് പതിവ് പോലെ ഒന്നും കരുതിയിട്ടില്ലേ? കഴിഞ്ഞ 4 ദിവസം സൈലൻസും പല പല പരിപാടികളായിട്ട് ആരും വീട്ടിലില്ലായിരുന്നു. രാത്രി വന്ന് കയറിയിട്ട് രാവിലെ എന്താക്കാനാ? അപ്പോൾ 8 മണിക്കാണ് മോൾ ചോദിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അമ്മ. ഓക്കെ, റെഡി. അപ്പം ഇതൊരു പൊങ്കലാണ്, പക്ഷേ ഒന്ന് മലയാളീകരിച്ച പൊങ്കൽ. അതായത് ഉണക്കലരി, നല്ല പായസപ്പച്ചരി എന്ന് പറയുന്ന ഉണക്കലരിയും മസൂർ ദാലും ചേർത്ത് പാകത്തിന് വെള്ളം വെച്ച് വേവിച്ചെടുത്തു. വറ്റിച്ചെടുത്ത ചോറെന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്തിട്ടുണ്ട്. ആ കളർ കൊണ്ട് അതിലൊന്നും കാണാനില്ലെങ്കിലും ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസും ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഇതിന് ഉപ്പ് ചേർത്തിട്ടില്ല. നോർമലി പൊങ്കലിന് ഉപ്പ് ചേർക്കും. പിന്നെയുള്ളത് ഒരു പെട്ടെന്നുണ്ടാക്കിയൊരു സാമ്പാർ. പരിപ്പും തക്കാളി മാത്രം. പരിപ്പ് വേവിച്ചിട്ട് സാമ്പാർ ചീരയിട്ടു, തക്കാളി ഇട്ട് തട്ടിക്കൂട്ടിയ ഒരു സാമ്പാർ. പിന്നെ നമ്മളിവിടെ എന്ത് സംഭവിച്ചാലും ഒഴിവാക്കാത്ത ഒരു കാര്യമാണല്ലോ ചമ്മന്തി. നല്ല ചമ്മന്തി. പിന്നെ നമ്മുടെ കഴുകി കാച്ചിയ പപ്പടം. ഇതെങ്ങനെയെന്നല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നല്ല രുചിയാണ്. ആ ഉപ്പ് രസത്തിൻ്റെ, അതിൻ്റെ ആ സോഡ അതിനകത്തിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ അംശം വളരെ കുറയുകയും ചെയ്യും. പപ്പടം ജസ്റ്റ് റണ്ണിങ് വാട്ടറിൽ പൈപ്പിൻ്റെ കീഴിലോട്ട് ഒന്ന് പിടിച്ച് ഓരോന്നും എടുത്ത് പ്രത്യേകം ചെയ്യണം. ഒന്ന് കഴുകുക, അതിൻ്റെ മുകളിലുള്ള പൊടി കളയുക, എന്നിട്ട് നല്ല വൃത്തിയുള്ളൊരു തോർത്ത് വിരിച്ചിട്ട് അതേൽ വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളം മാറുന്നു കഴിയുമ്പം അതങ്ങോട്ട് വറുത്തെടുക്കുക. നല്ല രുചിയാണ്. മറ്റ് അല്ലാതെയുള്ള നോർമലി ഫ്രൈ ചെയ്യുന്ന പപ്പടം കഴിക്കുന്ന അത്രയും കുഴപ്പമില്ല. പിന്നെ ഇതാണ് വെട്ട് ചേമ്പ് കൊണ്ടുള്ള ഉപ്പേരി എന്ന് വിളിക്കാം. കാരണം ഇന്നലെ അത് പുഴുങ്ങിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വെന്തില്ല, സീസൺ കഴിഞ്ഞല്ലോ. നമ്മളെന്ത് ചെയ്തു, അത് മാറ്റി വെച്ചു. നന്നായിട്ട് കട്ട് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തു. അസല് ടേസ്റ്റ് എന്ന് വെച്ചാൽ അസല് ടേസ്റ്റ്. പിന്നെ മാങ്ങ സീസൺ കഴിവായതുകൊണ്ട് പല വിധത്തിലുള്ള മാങ്ങ. ഇത് ചെത്ത് മാങ്ങ അച്ചാർ. ഇത് നോർമലി കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ വാട്ടാതെ തന്നെ ചെയ്യുന്ന, വഴറ്റാതെ ചെയ്യുന്ന കടുക് മാങ്ങ അച്ചാർ. പിന്നെ ഇതാ നല്ലോണം വെണ്ണ എടുത്തിട്ട്, ഞങ്ങൾ വെണ്ണ ഇട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ചോറ് കാണിച്ചാൽ അത് കാണിച്ചില്ല. പിന്നെ നാരകത്തിലിട്ട നിറയ മോര്. ഇത് കഴിച്ചിട്ട് ഈ മോരും കൂടി അങ്ങോട്ട് കുടിച്ചാൽ ആഹാ, എന്താ രാവിലത്തെ ഒരു ഉന്മേഷം. ആ ദിവസം മുഴുവൻ നല്ല ഹാപ്പിനെസ്, എനർജി നിറഞ്ഞതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.